നാളെ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 6666 ആയത്ത് എന്ന് കണക്ക് പറയുമ്പോഴും അതിൽ 1000-ലധികം ആയത്തുകളെ അള്ളാഹു ഉപയോഗിച്ചത് മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഖബർ, പരലോകം, സ്വർഗ നരകങ്ങൾ, വിചാരണ, സ്വറാത്ത്, അങ്ങനെ തുടങ്ങി പരലോകത്തിന്റെ വിവിധ അവസ്ഥകളെ വിശദീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഖുർആനിൽ 1000-ലധികം ആയത്തുകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ പരലോകമുള്ളത് കൊണ്ടാണ്, ആ പ്രതീക്ഷയിലാണ് നാം സഹിച്ച് ക്ഷമിച്ച് ജീവിക്കുന്നത്. ചെറിയ ഒരു മകൻ മരണപ്പെട്ടാൽ മറ്റുള്ളവരൊക്കെ പറയും, എന്താണ് നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ക്ഷമിക്കാൻ? വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, ആഖിറമാണ് എന്നെന്നും ശേഷിക്കുന്നതും ഉത്തമമായതും. അവിടെ എന്റെ മകൻ സ്വർഗത്തിന്റെ കവാടത്തിൽ എന്നെ കാത്തിരിപ്പുണ്ട് എന്ന് വേദനയോടെ പ്രസവിച്ച ഒരു ഉമ്മ കരുതലോടുകൂടി പ്രതീക്ഷിക്കുന്നത് പരലോകമുള്ളത് കൊണ്ടാണ്. ദുനിയാവിൽ അടിച്ചമർത്തപ്പെടുന്ന വലിയ ഒരു സംഘമുണ്ട്. എല്ലാ കാലവും അധികാരി വർഗങ്ങൾ ചവിട്ടി മെതിക്കുന്ന പാവപ്പെട്ട ഒരു വലിയ സംഘമുണ്ട്. അവരെല്ലാം മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പരലോകത്തിന്റെ യാഥാർത്ഥ്യം, അത് നാളെ പരലോകത്ത് നീതി നടപ്പാക്കുമ്പോൾ എവർക്ക് ഇതിന് ശിക്ഷയും ഇതിന് പകരം അവർക്ക് മുന്നിൽ എനിക്ക് രക്ഷയും കിട്ടുന്ന ഒരു ലോകമുണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷയാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. രോഗം വന്നാൽ, പ്രയാസം വന്നാൽ, പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ മനുഷ്യരെ വേട്ടയാടിയാൽ അള്ളാഹുവിന്റെ പരലോകമുണ്ടല്ലോ എന്നുള്ള വലിയ സമാധാനത്തിന്റെ പ്രതീക്ഷ വിശ്വാസികൾക്കുണ്ട്. അതാണ് നീതിയുടെ നായകനായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിക്കുന്ന മഹ്ശറ വൻ സഭ. അവിടെ നരകത്തെയും സ്വർഗത്തെയും മഹ്ശറയിൽ നിൽക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഹുബ്ബുൻ നബി തന്നെയാണ്. പരലോകത്തെ തുടങ്ങി നരകവും മഹ്ശറയൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴും ഉസ്താദ് റബീഉൽ അവ്വലായിട്ട് നബിയെ കുറിച്ചല്ലേ പറയുന്നത് എന്ന ആശങ്ക വേണ്ട. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തന്നെയാണ് അതിലേക്ക് എത്തുകയാണ്. അപ്പൊ പരലോകത്തെ സ്വർഗ നരകങ്ങളെ അള്ളാഹു കാണിച്ചു കൊടുക്കും. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കാണിച്ചു കൊടുക്കും. സ്വർഗത്തിലേക്ക് ഒരു വിശ്വാസി എത്തുന്നതിന് മുമ്പ് പരലോകത്തെ വിചാരണയെ കാത്തു നിൽക്കുമ്പോഴും സ്വർഗത്തിന്റെ ഒരു മനോഹരമായ ദൃശ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നരകത്തിന്റെയും കാണിച്ചു കൊടുക്കും. അപ്പൊ നരകം ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭയാനകരമായ അവസ്ഥയെ പരലോകത്ത് നിൽക്കുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ നരകത്തിന്റെ കാവലാകുന്ന മലക്ക് ആരാണ് മോനെ? അപ്പൊ സ്വർഗത്തിന്റെ ദൃശ്യത്തെ പുറത്ത് കാണിക്കണമെങ്കിലും നരകത്തിൻ്റെത് കാണിക്കണമെങ്കിലും കാവൽക്കാര് സമ്മതിക്കണം. സ്വർഗത്തെ കാക്കുന്നത് റിദ്വാൻ എന്ന മലക്കാണെന്ന് മുസവിർ പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നരകത്തെ കാക്കുന്ന മലക്കിന്റെ പേര് മാലിക് എന്നാണ്. The moment of glory awaits. Let's go big. മാലിക് എന്ന മലക്കിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് നരകത്തിന്റെ ചില ഭാഗങ്ങളെ ഈ പരലോകത്തേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അതായത് നരകത്തിന്റെ വലിയ ചങ്ങലക്കണ്ണികളുണ്ട്. നരകത്തിന്റെ വലിയ വലിയ ടെൻകണക്കിന് ഭാരമുള്ള കനൽക്കട്ടകളെ ആ ചങ്ങലക്കണ്ണിയിൽ ബന്ധിപ്പിച്ചിട്ട് അതിനെ ജനങ്ങളുടെ മുമ്പിലൂടെ വലിച്ചെടുച്ചു കൊണ്ടുപോകാൻ പറയും. അപ്പൊ ജനങ്ങൾ ഇത് കണ്ടു ഭയന്ന് വിചാരണയുടെ ലോകത്ത് പൊട്ടിത്തെറിക്കുന്ന ഒരു രംഗമുണ്ട് മഹ്ശറയിൽ. അപ്പൊ മാലിക് എന്ന മലക്കിനോട് അതിനെക്കുറിച്ച് പറയുമ്പോ മാലിക് അങ്ങനെ ചെയ്യുമെങ്കിലും അതിനു മുമ്പ് ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. മാലിക് എന്ന മലക്കിനോട് നരകത്തിന്റെ ഭാഗങ്ങളെ അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് കൊണ്ട് പ്രകടിപ്പിക്കാൻ പറയുമ്പോ അങ്ങനെ ചെയ്യും. അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, ചെയ്യാതിരിക്കാൻ കഴിയില്ല. പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് മാലിക് എന്ന മലക്ക് പറയുന്നു, അല്ലാഹുവേ, ആ ജനങ്ങളുടെ മുമ്പിലൂടെ നരകത്തിന്റെ ഭാഗങ്ങളെ വലിച്ചടച്ചു കൊണ്ടുപോകാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല അല്ലാ. ഒരു കാരുണ്യവും കാണിക്കാൻ പാടില്ലാത്ത മാലിക് എന്ന മലക്ക്, ഒരാളുടെ ചിരിയിലും വീഴാൻ പാടില്ലാത്ത മാലിക് എന്ന മലക്ക്. ലൈറ്റ് കത്തി, അത് ഓഫ് ചെയ്തോളൂ. അത് വേണ്ട, ഇപ്പൊ ഉള്ളത് കണക്ക് മതി.
ഒരാളുടെ മുഖഭാവത്തിലും മയങ്ങിപ്പോകാൻ പാടില്ലാത്ത മാലിക് എന്ന മലക്ക്, ആരുടെയും ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കണ്ട് അലിവ് തോന്നാൻ പാടില്ലാത്ത മാലിക് എന്ന മലക്ക്, ആ മലക്കിന് എവിടെ നിന്നാണ് ഇപ്പൊ ഇങ്ങനെ ഈ സങ്കടം വന്നത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിനക്കങ്ങനെ തോന്നുന്നത് മാലിക്കേ? ഞാൻ പറയുന്നത് അനുസരിക്കലല്ലാതെ അതിനൊരു മടി കാണിക്കുന്നത് ശരിയല്ലല്ലോ. മാലിക് എന്ന മലക്ക് പറയുന്നു, അല്ലാഹുവേ, ലോകത്ത് വന്ന മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും നിൽക്കുകയാണല്ലോ. അവർക്കിടയിലൂടെ ഞാൻ ഈ നരകത്തെ വലിച്ചടച്ചു കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ പടക്കാൻ കാരണക്കാരനായ മുത്തൊളി ദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികൾ അവിടെയുണ്ടല്ലോ. അവരെ മനസ്സിൽ സങ്കടം വരുമെന്ന് വിചാരിക്കുമ്പോ കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നില്ല പടച്ചവനെ. നരകത്തെ കാക്കുന്ന മലക്ക് പറയുകയാണ്, എന്റെ പുഞ്ചക്കാട് പയ്യന്നൂര് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, കരുണക്കടലായ രാജാതിരാജനായ പടച്ചറബിന്റെ മുത്തുനബിയെ കുറിച്ച് ആലോചിച്ച്, ആ പുന്നാര ഹബീബിന്റെ മലക്കുകളെ കുറിച്ച്, ആ പുന്നാര ഹബീബിന്റെ ഉമ്മത്തികളെ കുറിച്ച് ഓർത്തിട്ട് പോലും അല്ലാഹുവിന്റെ മലക്കുകൾ ആശങ്കപ്പെടുകയാണ്. പരലോകത്തെങ്കില് എന്തുമാത്രം സ്ഥാനമാണ് അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, എന്തുമാത്രം വിലയാണ് പടച്ചവൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, എന്തുമാത്രം സ്നേഹമാണ് അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പുന്നാര ഹബീബിന്റെ പേര് പറഞ്ഞുകൊണ്ട് കണ്ണൂർ ജില്ലയെ കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും ദഫ് കയ്യിൽ വെച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട മക്കള് സ്വലാത്ത് ചൊല്ലി നടന്നു പോയതും പുത്തമ്പാദികളെ പോലും അത്ഭുതപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഹൃദയാന്തരത്തിലേക്ക് എടുത്തു വെച്ചിട്ട് ഞങ്ങളുടെ മുത്ത റസൂലിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മക്കൾ ഒരുങ്ങി വൃത്തിയായി ദഫടിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് നടന്നു പോയത്. അതുകൊണ്ടാ എന്റെ പയ്യന്നൂര് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, അല്ലാഹുവിന്റെ മാലാകമാര് പോലും ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിക്കുകയാണ്. ഉഹുദ് യുദ്ധം നടക്കുകയാണ്. ഉഹുദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഷഹീദാവുകയാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതിയിട്ട് പ്രിയപ്പെട്ട ശുഹദാക്കളുടെ പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മാലാകമാരോടൊപ്പം സഹാബത്ത് പറന്നു പോവുകയാണ്. മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല ഉഹുദ് യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല ഷഹീദായി യുദ്ധത്തിന്റെ രണാകണത്തിൽ കിടക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ മിസ്അബ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് നോക്കുമ്പോ മിസ്അബ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാ. മുത്തായ ഹബീബ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാ, അല്ലയോ മിസ്അബേ, ഒന്ന് ആവേശത്തോടെ മുന്നോട്ട് നീങ്ങണം മിസ്അബേ. ഇത് ഉഹുദ് യുദ്ധമാണ് മിസ്അബേ. ഒരു പരാജയത്തിന്റെ മണം വരുന്നുണ്ട് മിസ്അബേ. അതുകൊണ്ട് ധൈര്യമായി ഒന്നുകൂടി കുതിച്ചു മുന്നോട്ട് ചാടൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു മുത്തു നബിയോട് പറയുകയാ, ലസ്തു ബി മിസ്അബിൻ യാ റസൂലല്ലാഹ്, ഞാൻ മിസ്അബല്ല നബിയേ, ഞാൻ മിസ്അബല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെടുകയാണ്. പിന്നെ നീ ആരാ? വ അന മലകുൻ യാ ഹബീബല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ മലക്കാണ് നബിയേ. അങ്ങയോടൊത്ത് യുദ്ധം ചെയ്യാനുള്ള കൊതി കൊണ്ട് മിസ്അബ് റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോ ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടി പറന്നിറങ്ങിയ ഒരു മലക്കാണ് നബിയേ. وأخذ الراية ملك على سورة മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ പതാക കയ്യിൽ വെച്ചുകൊണ്ട് രണാകണത്തിൽ ഇറങ്ങിയത് അല്ലാഹുവിന്റെ മലക്കാ. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം നോക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് മാലാകമാര് കാണിച്ചിരുന്ന സ്നേഹമെത്രയാ, മുത്തു ഹബീബിനോട് മലക്കുകൾ കാണിച്ചിരുന്ന ഇഷ്ടമെത്രയാ. ഈ പ്രപഞ്ചം പോലും, ഈ മണ്ണും ഈ മഴവില്ലും ഈ മാണിക്യക്കല്ലുമല്ല അല്ലാഹുവിന്റെ ഹബീബിനോട് കാണിക്കുന്ന
വന്ന സ്നേഹം എത്രയാ. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ ഞാൻ എഴുതി വെച്ചത് മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്യത്തിൻ കല്ലും മണ്ണിൽ വന്നതു മിന്നും മുത്ത് റസൂലിനാ. പൊന്നും പവിഴം പൊന്നമ്പിളിയും പാടും പുള്ളിക്കുയിലും പാരിൽ വന്നത് പത്തരമാറ്റ ഹബീബിനാ. ആകാശവും ഭൂമിയും താരകോടികളും സർവ്വതും അല്ലാഹു പടച്ചത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാ. ഹിജ്റയുടെ 6-ാം വർഷം ഹുദൈബിയ സന്ധിയുടെ സമയം ആർക്കും ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ പട്ടിണിയുടെയും പ്രയാസത്തിന്റെയും നെരുപ്പൂടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ സഹാബത്ത് വന്നിട്ട് പുന്നാര ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു കിണറേ ഉള്ളു നബിയേ. ആ കിണറിന്റെ ഏറ്റവും ആഴത്തില്, ആ കിണറിന്റെ ഏറ്റവും താഴത്ത് ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. 1000-ഓളം വരുന്ന സഹാബത്തിന് കുളിക്കാ, 1000-ഓളം വരുന്ന സഹാബത്തിന് ശുദ്ധിയാക്കാ വെള്ളമില്ല നബിയേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുമോ? ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ ആർക്കും വെള്ളവും ഭക്ഷണവും കിട്ടാത്തൊരു ഒരു കരാറായിരുന്നു അത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങൾക്ക് ഒന്നും ഇനി കച്ചവടം ചെയ്യൂല, ഒന്നും അങ്ങോട്ട് കൊടുക്കൂല എന്ന് തീരുമാനിച്ച സമയം. വെള്ളം ആകെ ഉണ്ടായിരുന്ന ഒരു കിണറിലാണ്. അതിൽ നിന്ന് വെള്ളം എടുത്തെടുത്ത് ആ വെള്ളം തീരെ വറ്റിയിട്ട് ഒരു ഗ്ലാസ് കോരിയെടുത്താൽ മാത്രം കിട്ടുന്ന വെള്ളം അത്രേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, 1800 സഹാബികളുണ്ട് നബിയെ, ഞങ്ങൾക്ക് കുളിക്കാനും കുടിക്കാനും ശുദ്ധീകരണം നടത്താനും ഒക്കെ ഈ കിണർ മാത്രമേ ബാക്കിയുള്ളൂ റസൂലേ. അതുകൊണ്ട് ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? റസൂൽ ഇരിക്കുകയാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ കിടക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം മുകളിലേക്ക് കോരിയെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ വെള്ളത്തെ തിരിച്ച് അല്ലാഹുവിന്റെ റസൂൽ കിണറ്റിലേക്ക് ഒഴിക്കേണ്ട താമസം. ആ വെള്ളത്തെ കോരിയെടുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബ് കിണറ്റിലേക്ക് ഒഴിക്കേണ്ട സമയം അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് മുത്ത് റസൂലിന്റെ ഗന്ധമുള്ള പുന്നാര ഹബീബിന്റെ സുഗന്ധമുള്ള വെള്ളം ആ കിണറ്റിലേക്ക് തിരികെ വീണപ്പോ സഹാബത്ത് പറയുകയാ, പിന്നെ ഞങ്ങൾ കണ്ടതൊരു ജലപ്രളയമായിരുന്നു. കിണറ്റിന്റെ അകത്ത് നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ആഗ്രഹം നടത്തി കൊടുക്കാൻ ഈ പ്രപഞ്ചം പോലും ആഗ്രഹിച്ചു നിൽക്കുകയാണ്. പുന്നാര ഹബീബിന് വേണ്ടി മഴ ചോദിച്ചപ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞ് മഴ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് മഴ വേണമെന്ന് മിമ്പറിൽ നിന്നുകൊണ്ട് പടച്ചവനോട് പറഞ്ഞപ്പോ അങ്ങനെ 1000കണക്കിന് ചരിത്രമുണ്ട്. മക്കത്തും മദീനത്തും നടന്നുപോയ പ്രവാചക പ്രേമത്തിന്റെ പ്രപഞ്ചങ്ങൾ സ്വീകരിച്ചു പോയ ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു അറാബിയായ മനുഷ്യൻ പറഞ്ഞു, നബിയേ, ആ വൃക്ഷം അങ്ങയുടെ മുന്നിൽ വന്ന് സലാം പറഞ്ഞ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കയ്യാട്ടി വിളിച്ചപ്പോ ജാഅത്ലി ദഅവതിഹിൽ അശ്ജാറു സാജിദത്താ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ആ വൃക്ഷം നടന്നു വരികയാ. കാലുപോലെ വേരുകൾ, കൈകൾ പോലെ തണ്ടുകൾ. അല്ലാഹുവിന്റെ ഹബീബിനും മനുഷ്യൻ പറയുന്ന പോലെ സലാം പറഞ്ഞ് നടന്നു വന്നു. മുത്തു ഹബീബിന്റെ മുന്നിലേക്ക് സുജൂദ് വീണു എന്നത് അത് കെട്ടുകഥയല്ല, നോവലല്ല. ആകാശഭൂമികൾ കണ്ട് അത്ഭുതപ്പെട്ട് ധരിച്ചിരുന്നു പോയ നിമിഷമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങളുടെ വീട്ടിൽ പൂച്ചയെ പോലെ ഒരു കുഞ്ഞു ജീവി ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും അതിനെടുത്ത് താലോലിക്കുമായിരുന്നു. കൈകൊണ്ട് ഇങ്ങനെ പതിയെ പതിയെ തടവി കൊടുക്കുമായിരുന്നു. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തു പോയാൽ ആ ജീവി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. മുഹദ്ദിസീങ്ങൾ പറയുന്നു അതൊരു പൂച്ച തന്നെ ആയിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പൂച്ചയെന്നാണ് 90% മുഹദ്ദിസീങ്ങളും പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് പോയാൽ
പിന്നെ സമാധാനമില്ലാതെ ആ വീടിന്റെ പനയോല വീടിന്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പൂച്ച നടക്കുമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിനെ കാണാനുള്ള കൊതി കൊണ്ട് ആ വീടിന്റെ ഉമ്മറത്ത് ടെൻഷനോടുകൂടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അല്ലാഹുവിന്റെ റസൂല് വന്നാലോ വീടിന്റെ ഒരു മൂലയ്ക്ക് പോയിരിക്കും. ഖറ ഫസബത്ത മക്കാനാ, പിന്നെ അവിടുന്ന് അനങ്ങാതെ വീടിന്റെ ഒരു മൂലയ്ക്ക് പോയി അങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിലെ പൂച്ചയെ കുറിച്ച് പറയുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, ഈ പ്രപഞ്ചത്തിന് സ്നേഹിച്ചു പോയ, ആകാശവും ഭൂമിയും ആർത്തിയോടെ വാരിപ്പുണർന്നു പോയ പൂച്ചയും പ്രാവും ഒട്ടകങ്ങളും പോലും തലോടലൊന്ന് കിട്ടാനും ഒരു പ്രാവശ്യമൊന്ന് കാണാനും കൊതിച്ചു പോയ അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും അധികം സ്നേഹിച്ചത് അതിനെയൊന്നുമല്ല. ആ മുത്ത് റസൂല് ഏറ്റവും അധികം സ്നേഹിച്ചത് പൂച്ചയല്ല, ഏറ്റവും അധികം സ്നേഹിച്ചത് ആകാശത്തെയല്ല, ഏറ്റവും അധികം സ്നേഹിച്ചത് ഹുദൈബിയ സന്ധിയുടെ വറ്റി വരണ്ടു പോയ കിണറിന്റെ അകത്തിരുന്ന് വെള്ളം വന്ന കിണറിനെയല്ല. ഏറ്റവും അധികം സ്നേഹിച്ചു പോയത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഒരു വലിയ സംഘം വരാനുണ്ട് എന്ന് ഈ പയ്യന്നൂരിന്റെ പുഞ്ചക്കാടിന്റെ പരിസരത്ത് വന്നിരിക്കുന്ന അള്ളാന്റെ ഹബീബിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ സമയമില്ലാത്ത, ഒരു റബീഉൽ അവ്വലായിട്ടൊരു മൗലിദിന് പോലും താല്പര്യമില്ലാത്ത, സ്വലാത്ത് ചൊല്ലണമെങ്കിൽ നൗശാദ് ബാക്കവി ഇങ്ങനെ നിർബന്ധിച്ച് ചൊല്ലിപ്പിക്കേണ്ട ഗതികേടിൽ വരെ എത്തി നിൽക്കുന്ന എന്റെ പുഞ്ചക്കാടിലെ ചെറുപ്പക്കാരാ, നിങ്ങളോടാണ് എനിക്ക് സ്നേഹം കൂടുതലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പുഞ്ചക്കാട്ടിലെ ചെറുപ്പക്കാരാ, 12 വർഷം സേവനം ചെയ്ത ഉസ്താദിന് ഒരു മൊമന്റോയും കൊടുത്ത് 50,000 രൂപയും കൊടുത്ത് ഉസ്താദിന്റെ സന്തോഷവും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് തട്ടമിട്ടുകൊണ്ട് ഉസ്താദിനെ ആദരിക്കുമ്പോ, ജീവന്റെ ജീവനായ മുത്ത് റസൂല് ലോകത്തിനൊന്ന് വിട പറയുന്ന സമയത്ത് അസ്റായിൽ റൂഹ് പിടിക്കുമ്പോ എന്തൊരു വേദനയാണ് അസ്റായിലേ, ആ വേദന മുഴുവനും എനിക്ക് തരുവോ? ഇനി വരാൻ പോകുന്ന ഉമ്മത്തികൾ ഇങ്ങനെ വേദന കൊണ്ട് പുളയുന്നത് എനിക്ക് കണ്ടിരിക്കാൻ പറ്റൂല. എന്റെ ഉമ്മത്ത് അനുഭവിക്കേണ്ട മരണവേദന മുഴുവനും എനിക്ക് തരുവോ എന്ന് ചോദിച്ച പുന്നാര ഹബീബിന് പകരം കൊടുക്കാൻ എന്റെ പുഞ്ചക്കാട്ട യുവാക്കള്, നിങ്ങളുടെ കയ്യിൽ ഏത് സർട്ടിഫിക്കറ്റാ ഉള്ളത്, ഏത് മൊമന്റോയാ ഉള്ളത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ പരലോകത്തെ സിറാത്ത് പാലത്തിൽ ഞാൻ കണ്ണീരോടെ എന്റെ ഉമ്മത്തിനെ കാത്തിരിക്കും. സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ പുഞ്ചക്കാട്ടിലെ ഒരു പെണ്ണ് പാലത്തിന്റെ മുകളിൽ കയറുമ്പോ അടിയിൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തേക്ക് ചെന്ന് വീണു പോകാതിരിക്കാൻ ആ പാലത്തിന്റെ മറുഭാഗത്തിരുന്നു കൊണ്ട് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, പടച്ചവനെ ആ പാവപ്പെട്ടവളെ കടത്തി വിടണേ അല്ലാ എന്ന് ഞാൻ എന്റെ പടച്ചവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. എന്നിട്ട് മുത്ത് റസൂല് പറയുന്നു, വഅന മൗഇദുകുമുൽ ഹൗലാ, എനിക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഹൗദുൽ കൗസറിന്റെ ചാരപ്പ് ഞാൻ നിങ്ങളെ കാത്തിരിക്കും സ്വഹാബ, നിങ്ങളെ കാത്തിരിക്കും ഉമ്മത്തെ. നിങ്ങൾ വരുമ്പോ അതിൽ നിന്ന് വെള്ളം കോരി തരാൻ വേണ്ടി ഞാൻ കൊതിയോടെ കാത്തിരിക്കുമ്പോ ചില സംഘത്തെ ജബാനിയത്തിന്റെ മലക്കുകൾ വന്നിട്ട്, നബിയേ അവർക്ക് വെള്ളം കൊടുക്കല്ല നബിയേ, അങ്ങയുടെ ഹബീബിന് പകരം കൊടുക്കാൻ എന്റെ പുഞ്ചക്കാട്ട യുവാക്കള്, നിങ്ങളുടെ കയ്യിൽ ഏത് സർട്ടിഫിക്കറ്റാ ഉള്ളത്, ഏത് മൊമന്റോയാ ഉള്ളത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ പരലോകത്തെ സിറാത്ത് പാലത്തിൽ ഞാൻ കണ്ണീരോടെ എന്റെ ഉമ്മത്തിനെ കാത്തിരിക്കും. സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ പുഞ്ചക്കാട്ടിലെ ഒരു പെണ്ണ് പാലത്തിന്റെ മുകളിൽ കയറുമ്പോ അടിയിൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തേക്ക് ചെന്ന് വീണു പോകാതിരിക്കാൻ ആ പാലത്തിന്റെ മറുഭാഗത്തിരുന്നു കൊണ്ട് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, പടച്ചവനെ ആ പാവപ്പെട്ടവളെ കടത്തി വിടണേ അല്ലാ എന്ന് ഞാൻ എന്റെ പടച്ചവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. എന്നിട്ട് മുത്ത് റസൂല് പറയുന്നു, വഅന മൗഇദുകുമുൽ ഹൗലാ, എനിക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഹൗദുൽ കൗസറിന്റെ ചാരപ്പ് ഞാൻ നിങ്ങളെ കാത്തിരിക്കും സ്വഹാബ.
നിങ്ങളെ കാത്തിരിക്കും ഉമ്മത്തെ. നിങ്ങൾ വരുമ്പോ അതിൽ നിന്ന് വെള്ളം കോരി തരാൻ വേണ്ടി ഞാൻ കൊതിയോടെ കാത്തിരിക്കുമ്പോ ചില സംഘത്തെ ജബാനിയത്തിന്റെ മലക്കുകൾ വന്നിട്ട് നബിയേ അവർക്ക് വെള്ളം കൊടുക്കല്ല നബിയേ, അങ്ങയുടെ ഹൗദ് കുടിക്കാൻ യോഗ്യതയില്ലാത്തവരാണെന്ന് പറഞ്ഞ് കൈയും കാലും കെട്ടിയിട്ടവരെ വലിച്ചടച്ചു കൊണ്ടുപോകുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. സ്വഹാബത്ത് ചോദിച്ചു നബിയേ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഹൗദുൽ കൗസറും നിങ്ങളും ഞാനുമായിട്ടുള്ള ബന്ധം അത് അസ്വലാത്ത്, അത് സ്വലാത്താണ്, സ്വലാത്താണ്, സ്വലാത്താണ്. നിങ്ങൾ എത്ര മനസ്സറിഞ്ഞ് സ്വലാത്ത് ചൊല്ലുന്നുവോ ഹൗദുൽ കൗസറിനോട് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കൂ, എന്റെ പൊരുത്തത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കും. പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ പകുതിയായിരിക്കുകയാണ്. 1000 സ്വലാത്ത് മനസ്സറിഞ്ഞ് ചൊല്ലിയവരുണ്ടോ ഈ പുഞ്ചക്കാട്? എനിക്കറിയില്ല. നിങ്ങളിൽ ഒരാളെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് സ്ഥലത്ത് മൗലിദ് നടക്കുന്നുണ്ട്, ഘോഷയാത്ര നടക്കുന്നുണ്ട്, പ്രോഗ്രാം നടക്കുന്നുണ്ട്. നിന്റെ വീട്ടിന്റെ അകത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നു കൊണ്ട് കണ്ണീരോടെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്ന് ചൊല്ലാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹു ആരോഗ്യം തന്ന പയ്യന്നൂരിലെ മക്കളെ, അല്ലാഹു ആഫിയത്ത് തന്ന പയ്യന്നൂരിലെ ചെറുപ്പക്കാരാ, എവിടെന്നെങ്കിലും കിട്ടുന്ന കഞ്ചാവിന്റെ പൊടി മൂക്കിലൂടെ വലിച്ചു കയറ്റിയിട്ട് ബോധമില്ലാതെ നടറോഡിൽ കന്നുകാലികളെ പോലെ മറന്നു വീഴുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്ത് ഒരു ലഹരിയായിട്ട് മാറിയാൽ നിന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിന് പോലും സ്വലാത്തിന്റെ ചൂട് നീ പകർന്നു കൊടുത്താ ഈ ലോകത്ത് ആരും നിന്നെ വെറുത്താലും മദീനയുടെ നായകന്റെ പ്രകാശം നിന്നോടൊപ്പം നിന്റെ ജീവിതത്തിലും നിന്റെ മരണത്തിലും നിന്റെ പരലോകത്തും കൂടെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പുഞ്ചക്കാട് വന്ന സഹോദരങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നണ്ട. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 100 സ്വലാത്തെങ്കിലും 24 മണിക്കൂറിൽ അല്ലാഹുവിന്റെ ഹബീബിന് കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം കേട്ടോ. മഹാനായ ഹുദൈഫത്ത് ഇബ്നു യമാൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടിയുണ്ടല്ലോ, തന്റെ ഉമ്മ കളിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഉമ്മ ചോദിക്കുന്നുണ്ട്, മോനെ നീ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടാണോ വന്നത്? അന്ന് മുത്തുനബി മദീനത്തുള്ള സമയമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടാണോ വന്നത്? ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഉമ്മ, ഞാൻ പോയിട്ടില്ല കാണാൻ. മദീനത്തേക്ക് പോകാൻ സമയം കിട്ടിയില്ല. കുട്ടികളുമായിട്ട് കുറച്ച് കളിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ IPL CCL എന്നൊക്കെ പറഞ്ഞ് പുതിയ മാച്ചൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ തിരക്കിലായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റില്ല. ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു അന്നത്തെ കുറെ കളികൾ ഉണ്ടാവില്ല, ചെറിയ കുട്ടിയല്ലേ. ഉമ്മ ചോദിച്ചു, ഇന്നലെ പോയിരുന്നോ? ഇന്നലെയും പോയില്ല. അതിനു മുമ്പുള്ള ദിവസം പോയിരുന്നോ? ഇല്ല ഉമ്മ, 3 ദിവസമായി പോയിട്ട്. ആ പ്രിയപ്പെട്ട ഉമ്മ പുറത്തേക്ക് വന്നിട്ട് പറയാ, ഇനി ഈ വീട്ടിലേക്ക് നീ കയറണമെങ്കിൽ മദീനത്ത് പോയി അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ദുആ ചെയ്യാൻ ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി അറിയിച്ചിട്ട് ഇവിടെ വന്നാൽ മാത്രമേ ഈ വീട്ടിനകത്ത് എനിക്ക് പ്രവേശനമുള്ളൂ. ഇതൊരു ഉമ്മയാണ്, ഇതൊരു ഉമ്മയാണ്. ആ മകൻ ഓടുകയാണ്, മദീനത്തേക്ക് ഓടുകയാണ്. മദീനത്തേക്ക് ഓടിച്ചെല്ലുമ്പോ അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. മുത്ത് ഹബീബ് ചോദിക്കുന്നുണ്ട്, എന്തേ ഹുദൈഫ നീ വന്നത്? ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ അങ്ങയെ കണ്ടിട്ട് വീട്ടിൽ വന്നാ മതിയെന്ന് എന്റെ ഉമ്മച്ചി പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് മുസാഫഹത്ത് ചെയ്തു, ഉമ്മാക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നബിയേ. സന്തോഷത്തോടെ ഹുദൈഫത്ത് ഇബ്നു യമാൻ മടങ്ങി പോകുമ്പോ ആ ഉമ്മ ആഗ്രഹിച്ചതെന്തെന്നറിയോ? എന്റെ മകന്റെ മനസ്സിൽ നിന്ന് മുത്തറസൂല് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇന്ന് ഈ പുഞ്ചക്കാട് വന്നിരിക്കുന്ന ഉമ്മമാരോട് ചോദിക്കാ, നിങ്ങൾ 2, 3, 4, 5 മക്കളെ പ്രസവിച്ചവരുണ്ട്, 4, 5 മക്കളുടെ വാപ്പമാര് സദസ്സിലുണ്ട്. നിങ്ങളുടെ എത്ര മക്കളുടെ നെഞ്ചില് അല്ലാഹുവിന്റെ ഹബീബ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മുസ്ലിമേ? ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ ഉമ്മ കുത്തിവെച്ചു കൊടുക്കാണ് മുത്തു ഹബീബിനെ. 3 ദിവസമായിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടില്ലല്ലോ, എന്റെ മോനൊന്ന് പോയി കണ്ടിട്ട് മാത്രമേ എന്റെ വീട്ടിൽ കിടക്കാവൂ എന്ന് പറഞ്ഞെങ്കിൽ മകന്റെ മനസ്സിൽ നിന്ന് മുത്തുനബി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ്. എന്റെ പയ്യന്നൂരിലെ എന്റെ പുഞ്ചക്കാടിലെ സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പേടിയുണ്ടോ? അങ്ങനെ ഒരു പേടിയില്ലാത്തത് കൊണ്ടാണ് 6 മാസക്കാലം കൊണ്ട് പരിചയം
പരിചയപ്പെട്ട ഫേസ്ബുക്കിലെ മസിൽ പവറുള്ള കാമുകന്റെ കൂടെ വേദനയോടെ പ്രസവിച്ച ഉമ്മയെ തള്ളി മാറ്റിയിട്ട് നീ വാങ്ങിക്കൊടുത്ത സ്വർണവും സ്വത്തും കൊണ്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഒരു കയറിൽ പച്ചിലകൾ കോർത്ത മാലയിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് ഉമ്മ വേണ്ട, എനിക്ക് വാപ്പ വേണ്ട, മതപഠനം നടത്തിയിട്ട് എന്റെ ശിരസിൽ മസ്തു ബാധിച്ചു പോയി, അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം വേണം, അതുകൊണ്ടാണ് ഞാൻ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയതെന്ന് കരിങ്കോല് പോലിരിക്കുന്ന ഒരു കാമുകനെ ചൂണ്ടിക്കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കണ്ണൂർ ജില്ലയിലെ പ്രിയപ്പെട്ട പൊന്നുമോള് വിളമ്പുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ഉമ്മ നിനക്ക് നേരമില്ലാണ്ടായി പോയി ഉമ്മ, ആ മക്കളുടെ ഹൃദയത്തിലേക്ക് മുത്തുനബിയെ വെച്ചു കൊടുക്കാൻ സമയമില്ലാതായി പോയി മോളെ, നിന്നെ പ്രസവിച്ച ഉമ്മയെക്കാളും നീ ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞു കൊടുക്കാൻ എന്റെ വാപ്പമാർക്ക് സമയമില്ലാതായി പോയി. അതുകൊണ്ടാണ് വാപ്പാന്റെ തലവെട്ടിയിട്ട് സിറ്റ് ഔട്ടിൽ കൊണ്ടുവെക്കുന്ന മക്കളുണ്ടാകുന്നത്. അതുകൊണ്ടാണ് വാപ്പാടെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഉസ്താദ് ചോദിക്കാണ് മക്കളുണ്ടോ, ഈ മനുഷ്യന് മക്കളുണ്ടോ? ഉണ്ട് ഉസ്താദേ, 3-4 മക്കളുണ്ട്, അവരാരും വന്നിട്ടില്ല. ബന്ധുക്കൾ പറയുന്നു എന്നാ പിന്നെ അടക്കിക്കോ, എന്തിനാണ് മൃഗങ്ങളെ പോലെ കുറെ മക്കളെ ഉണ്ടാകിയിട്ട് പയ്യന്നൂരിന്റെ പരിസരത്ത് ആൾബലം കാണിക്കാനാണോ? നിന്റെ പാർട്ടിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനാണോ? അല്ല അല്ല, ആ മക്കളുടെ ഹൃദയാന്തരത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ചേർത്ത് വെച്ചു കൊടുക്കാനാ, ആ മക്കളുടെ നെഞ്ചകത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കുത്തിവെച്ചു കൊടുക്കാനാണ്, ആ മക്കള് സുജൂദിൽ കിടന്ന് കരയുന്ന കണ്ടിട്ട് പുളകം കൊള്ളാനാണ്. ഇന്നൊരു വാപ്പ എനിക്കൊരു മെസ്സേജ് അയക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട 5 വയസ്സുള്ള പൊന്നുമോൻ ഒരു കമീസ് ഇട്ടിട്ട്, ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്, ഒരു കറുത്ത തൊപ്പി വെച്ചിട്ട് ഒരു മദ്രസയുടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് പാട്ട് പാടുകയാ. ആ പാട്ട് ആ വാപ്പ എനിക്ക് വീഡിയോ എടുത്തിട്ട് അയച്ചു തരികയാണ്. ഉസ്താദേ, എന്റെ മോന്റെ പാട്ട് ഉസ്താദ് കേട്ടോ. അദ്ദേഹം ആ വോയിസ് ഇടുമ്പോ അദ്ദേഹം കരയുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും. ആ സഹോദരൻ പറയാണ്, ഉസ്താദേ എന്റെ മോൻ ആ പാട്ട് പാടുമ്പോ ഏറ്റവും അധികം സന്തോഷം എനിക്ക് എന്റെ ഹൃദയത്തിൽ. അവന് മദ്രസയിൽ ഒന്നും സമ്മാനം കിട്ടിയില്ലെങ്കിലും അവൻ വീട്ടിൽ വരുമ്പോ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം ഞാൻ കൊടുക്കും. കുഞ്ഞുമോൻ മദീനയിൽ ചെന്നാ ഞാനെങ്ങനെ പിരിയും, മഹ്മൂദെ കണ്ട ഞാനങ്ങ് തളരും, മനസ്സേ മനസ്സേ മതിയാകുമോ, കനിവോരെ മടിയിൽ തല ചായ്ക്കുമോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ മദീനയെ കുറിച്ച് പാടിപ്പുകഴ്ത്തിയിട്ട് മദീനയോടുള്ള പ്രണയം പറയുമ്പോ സ്വലാത്ത് ചൊല്ലുന്ന മക്കളെ കണ്ട് നിർവൃതിയോടെ മാറിയിരുന്നുകൊണ്ട് കണ്ണീര് തുടയ്ക്കുന്ന മക്കളുടെ ഉമ്മമാരുടെ കാലം പോയില്ലേ. ഇന്ന് നിങ്ങൾ മക്കളെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യിപ്പിക്കുന്നത്? സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നതും ഫാത്തി ഓതുന്നതും ഉറങ്ങുമ്പോ ദിക്ർ പറയുന്നതും ഉണരുമ്പോ ദിക്ർ പറയുന്നതും കാലമൊക്കെ പോയി. ഇന്ന് മക്കള് സിനിമാ താരങ്ങളെ അനുകരിച്ച് ഉമ്മയോട് കാണിച്ചു കൊടുക്കുമ്പോ ഉമ്മച്ചിക്ക് വല്ലാത്ത സന്തോഷമാണ്. കുടുംബശ്രീയുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പറയും, എന്റെ മോനാണെങ്കിൽ ഇന്നലെ സിനിമാടന്റെ പേരൊന്നും ഞാൻ പറയണില്ല, അവനെ പോലെ സംസാരിച്ചു, അവനെ പോലെ നടന്നു, അവനെ പോലെ ആക്ഷൻ കാണിച്ചു, എന്റെ മോന് ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചു, എന്റെ മോള് പാത്രം കഴുകാൻ പഠിച്ചു, എന്റെ മോള് എന്നോട് ഇരിക്കും, എന്റെ കൂടെ നടക്കും, ഉമ്മ എന്ന് പറഞ്ഞ ജീവന, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ചടപടാസം, ഇതൊക്കെ പറയുമ്പോ നമുക്ക് അഭിമാനമാണ്. എന്റെ മോന് സ്വലാത്തുൽ ഫാത്തിഹ അറിയാം, എന്റെ മോന് സ്വലാത്തു നാരി അറിയാം, എന്റെ മോൻ ഈ റബീഉൽ അവ്വൽ തീരുമ്പോ 50,000 സ്വലാത്തു ചൊല്ലി തീർക്കുമെന്ന് ഉമ്മയോട് പറഞ്ഞിട്ട് ഉമ്മയും മോനും തമ്മിൽ മത്സരാണ്. അങ്ങനെയൊക്കെയുള്ള കുടുംബം പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോന്നറിയില്ല. മക്കള് മദ്രസയിൽ ഒരു കലാപരിപാടി നടത്താണ്. എത്ര പേര് കാണാം? ഇവിടുത്തെ കലാപരിപാടി കഴിഞ്ഞു ഉസ്താദേ? കഴിഞ്ഞോ? മെനിങ്ങാന്ന് കഴിഞ്ഞു. രക്ഷകർത്താക്കൾ ഉണ്ടായിരുന്നോ കാണാൻ? എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ആ വിഷയം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പല സ്ഥലത്തും രക്ഷകർത്താക്കളില്ല. മക്കള്, ഞാനൊക്കെ പണ്ട് പ്രസംഗിക്കുന്ന സമയത്ത് എന്റെ സ്റ്റേജിലെ പ്രസംഗം കാണാൻ വേണ്ടിയിട്ട് എന്റെ വാപ്പയാണെന്ന് ആരോടും പറയാതെ സദസ്സിൽ ഒരാളായി വന്നിരുന്ന് കേട്ടിട്ട് പോവായിരുന്നു. ഞാൻ എന്റെ നാട്ടിലെ നബിദിനത്തിനൊക്കെ നിങ്ങളുടെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ മതി, എല്ലാ പ്രോഗ്രാമിനും എനിക്ക് ഫസ്റ്റ് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. വളരെ അപൂർവമായി ഏതെങ്കിലും വിപ്ലവകാരികൾ കടന്നു വന്നാൽ മാത്രം ചിലപ്പോൾ സെക്കൻഡായി പോകുള്ളൂ. എല്ലാ ഖുർആൻ പാരായണം, ബാങ്കുവിളി, പാട്ട്, പ്രസംഗം എല്ലാത്തിനും ഉണ്ടാവും. നബിദിനം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഒരു മറക്കാനാകാത്ത ഒരു വലിയ അനുഭവമാണ്. ആ അനുഭവം തന്നെ നമ്മുടെ മക്കൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. എനിക്ക് സ്റ്റേജിൽ നിൽക്കാനും പ്രസംഗിക്കാനും ഒക്കെ ഉള്ള ധൈര്യം കിട്ടുന്ന നബിദിനത്തിലൂടെ. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ നബിദിനത്തിന്റെ അന്ന് പ്രസംഗം എനിക്ക് കാസർഗോഡായിരുന്നു.
പക്ഷേ രാവിലെ നബിദിന ഘോഷയാത്രയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി നാട്ടിൽ നിൽക്കാൻ വേണ്ടി 10 മണിവരെ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. രാവിലെ ആ ഘോഷയാത്രയിൽ പങ്കെടുക്കാനും ആ മക്കളുടെ ആ ഒരു മനോഹരമായ ആ ഡ്രസ്സും ആ നടത്തവും ആ സ്വലാത്തും ഒക്കെ കാണാനും പഴയ കാലത്തെ കുറേ ഓർമ്മകൾ വരുമല്ലോ. പഴയ കാലം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല, എന്നാലും ഒരു 10-30 വയസ്സായില്ലേ. കുറേ വർഷം അങ്ങനെ പ്രസംഗം തുടങ്ങിയിട്ട് കുറേ വർഷമായി, 10-30 വർഷമായി. എനിക്കും ഇല്യാസ് സാഹിബിനും ഒരേ പ്രായമാണ്. 29 കഴിഞ്ഞ് ഈ മാസം. ഒക്കെ ചൂടെടുക്കുന്നുണ്ട്. ഷാഫി വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്നും ഇടാം. ഞാൻ ഇടാത്തത് എൻ്റെ ശബ്ദം ഇങ്ങനെ മൈക്കിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. കുറച്ച് വേണമെങ്കിൽ ഒന്ന് ഇട്ടുകൊടുക്കാൻ ഓണാക്കും. സൗണ്ട് സ്പീഡ് കുറച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ച് കിടന്നോട്ടെ, കുഴപ്പമില്ല. എല്ലാം നമുക്ക് സ്ഥലമൊക്കെ വാങ്ങണ്ടേ, നിങ്ങൾ തന്നെ ആദ്യം പൈസ തരണ്ടേ, അത് കാറ്റ് കൊണ്ടോളി. ചെറുത് സ്പീഡ് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോ തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടിയാണ്. അപ്പൊ അന്ന് ഉമ്മമാരും വാപ്പമാരും ഒക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് മക്കൾ പഠിക്കുന്ന ഒരു കാലം. തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു. ഉമ്മ പറഞ്ഞു, മോനെ ഈ പരിപാടി നമുക്ക് പറ്റിയതല്ല, ഉമ്മ മുസ്ലിം ആയിട്ടില്ല. തുൽഹത്ത് ബിൻ ബറാ പറഞ്ഞു, ഉമ്മ മുത്തുനബിയെ കാണണം, ഉമ്മ അടുത്ത് ചെന്നിരിക്കണം, ഉമ്മ എന്താണ് പുന്നാര ഹബീബ് പറയുന്നത്, ഉമ്മ എന്ത് രസമാണ് കേൾക്കാൻ, ഈ ലോകത്തിന്റെ നായകനാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുമെന്ന് തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു തആല അൻഹു 13ാമത്തെ വയസ്സിലാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. ഉമ്മ പറഞ്ഞു, തുൽഹാ നീ ഇസ്ലാം ഉപേക്ഷിച്ചില്ലെങ്കിൽ നിനക്ക് ഞാൻ തന്നെ കൊട്ടേഷൻ കൊടുത്ത് ആളുകളെ കൊണ്ടുവന്ന് തല്ലിക്കുമെന്ന് വരെ പറഞ്ഞു. ഉമ്മാക്ക് വല്ല പ്രതീക്ഷയായിരുന്നു മോനെ കൊണ്ട് അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണമെന്നൊക്കെ. തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ പറയാണ്, യാ ഹബീബല്ലാഹ്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ് നബിയെ. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഞാൻ എന്തു പറഞ്ഞാലും നീ ചെയ്യുമോ? തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് മുർനി ബിമാ അഹ്ബബ്ത, അങ്ങെന്തു പറഞ്ഞാലും അതിനപ്പുറം ചിന്തിക്കാതെ ഞാൻ ചെയ്യും നബിയേ. 13 വയസ്സുള്ള തുൽഹത്ത് ബിൻ ബറായിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഫഖ്തുൽ അബാക, നീ പോയിട്ട് നിന്റെ വാപ്പയെ കൊല്ലാൻ പറഞ്ഞു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ തമാശക്ക് വെറുതെ പറഞ്ഞതാ. ഈ 13 വയസ്സുള്ള മോന്റെ വീര്യം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞു, എന്നാ നീ പോയി നിന്റെ വാപ്പയെ കൊല്ലാൻ പറഞ്ഞു. തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഓട്ടാണ് ഇറങ്ങി മുത്തുനബിയുടെ മുമ്പേ നേരെ വാപ്പന്റെ അടുത്തേക്ക്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, വേറെ സഹാബികളെ വിളിച്ചിട്ട് കാര്യമില്ല, ഉമർ റളിയല്ലാഹു അൻഹു തന്നെ വിളിക്കണം, ഉമർക്ക് സ്പീഡ് കൂടുതലാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറേ, വേഗം പോണം, ഞാൻ വെറുതെ പറഞ്ഞതാണ്, തുൽഹയോട് ഞാൻ അന്ന് വെറുതെ പറഞ്ഞതാണ് ഉമറേ, ഒന്ന് വേഗം പോണം ഉമറേ, ഒന്ന് വേഗം പോണം ഉമറേ. ആ തുൽഹത്ത് ബിൻ ബറാ വാപ്പാന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് നീ തുൽഹയുടെ അടുത്ത് എത്തണം ഉമറേ. അങ്ങനെ തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടിച്ചെല്ലുകയാ. തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, മുത്തുനബി വിളിക്കുകയാണ്. ഇല്ല പ്രിയപ്പെട്ടവരെ, എന്റെ വാപ്പയെ കൊല്ലാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പോവാണ്. വേണ്ട മോനെ, അല്ലാഹുവിന്റെ റസൂൽ വെറുതെ പറഞ്ഞതാ, നിന്നോടൊന്ന് തമാശ പറഞ്ഞതാ, നീ ഗൗരവത്തിലെടുത്തിട്ട് പോയോ? ആ പൊന്നുമോൻ മടങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, വാപ്പയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നവനാണ് ഞാൻ. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞു കൊടുക്കാനാണ് അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത്. മാതാപിതാക്കളുടെ പൊരുത്തമാണ് നിങ്ങളുടെ സ്വർഗമെന്ന് പറയാ അല്ലാഹു എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, വാപ്പയെ കൊല്ലുന്നത് പോയിട്ട് വാപ്പയെ സങ്കടപ്പെടുത്തുന്നത് പോലും വിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചു.
സ്വീകരിച്ചു. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോ പൊന്നുമോന്റെ ഈമാൻ കണ്ടിട്ട് വാപ്പയും ഉമ്മയും ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. മാതാപിതാക്കളൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ച് അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച് ജീവിച്ച് അവസാനം ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹുവിന് വലിയ ഒരു രോഗം വരികയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ മാരക രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ. എപ്പോഴാണ് അസുഖം വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹുവിന് രോഗം വന്നിട്ട് തളർന്നു കിടക്കുകയാണ്. ചുരുക്കത്തിൽ മരിക്കാൻ സമയമായി എന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും വാർത്ത വരുന്നു. മഹാനായ ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ അടുത്ത് കിടക്കുകയാണ്. അന്ന് ഉമ്മ മുസ്ലിമാണ്, വാപ്പ മുസ്ലിമാണ്. ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴൊക്കെ ചോദിക്കും, അല്ലാഹുവിന്റെ റസൂല് വന്നോ ഉമ്മ, അല്ലാഹുവിന്റെ റസൂല് വന്നോ ഉമ്മ, എന്നെ കാണാൻ എന്റെ മുത്തുനബി വന്നോ ഉമ്മ. ഉമ്മ പറയും, ഇല്ല മോനെ, വരുമായിരിക്കും. അങ്ങനെ ഹൃദയത്തിൽ സ്നേഹമുള്ളത് കൊണ്ട് ചോദിച്ചതാണ്. മുത്തുനബി ഒന്ന് വന്ന് കണ്ടിട്ട് ഞാൻ മരിച്ചിരുന്നെങ്കിലല്ല എന്ന് കൊതിയുള്ളത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് വന്നോ എന്ന് ചോദിച്ചത്. കുഞ്ഞ് പുഞ്ചിരിക്കട്ടെ ഇങ്ങനെയായിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് കൊണ്ട്. ഫ്ലോറൈഡ് ഫ്രീ, സൾഫേറ്റ് ഫ്രീ, ഷുഗർ ഫ്രീ. കുഞ്ഞുങ്ങളെ കാവിറ്റി ഫ്രീ ആക്കുന്നു, നിങ്ങളെ വറി ഫ്രീയും. മോറിസൺസ് ബേബി ഡ്രീംസ് നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യത്തെ ടൂത്ത് പേസ്റ്റ് ആക്കൂ. ഒരു ദിവസം ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും വരികയാണ്. ഉമ്മ പറഞ്ഞു, മോൻ ഉറങ്ങുകയാണ്. ആരംഭ റസൂൽ പറഞ്ഞു, സാരമില്ല, ഉറങ്ങിക്കോട്ടെ. അടുത്തിരുന്നു, തലയിൽ കൈവച്ച് തടവി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഓതി മന്ത്രിച്ചു. എന്നിട്ട് ഉണർത്താതെ, ഉണരുമ്പോ ഞാൻ വന്നിരുന്നു എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹു കണ്ണു തുറക്കുമ്പോ ഉമ്മ അടുത്തിരുന്ന് കരയുന്നുണ്ട്. ഉമ്മ, എന്തിനാ നിങ്ങൾ കരയുന്നത്? മോനെ, നിന്റെ മുത്തുനബി വന്നിരുന്നു മോനെ, നിന്നെ കാണാൻ വന്നിരുന്നു മോനെ. ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല്, എന്റെ പുന്നാര ഹബീബ് എന്താണ് എന്നോട് പറഞ്ഞിട്ട് പോയത്? അല്ലാഹുവിന്റെ റസൂല് മോന്റെ അടികത്ത് വന്നിരുന്നു, തലയിൽ കൈവച്ചുകൊണ്ട് കുറെ നേരം പാരായണം ചെയ്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പോയെന്ന് പറഞ്ഞപ്പോ ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മാ, ഒരു പക്ഷേ ഞാൻ ഇന്ന് മരിക്കുവായിരിക്കും ഉമ്മ. ഇന്നെന്റെ ജീവിതത്തിന്റെ അവസാന രാത്രിയായിരിക്കും ഉമ്മ. അല്ലാഹുവിന്റെ റസൂല് വന്ന് തൊട്ട് തലോടി മുത്തം തന്നുപോയി. ഇനി എന്നെ ആരും തൊടണ്ട, ഇനി എന്നെ ആരും തലോടണ്ട. ആ പ്രവാചകരുടെ സുഗന്ധത്തോടെ ഞാനെങ്ങു മരിച്ചു കൊള്ളട്ടെ ഉമ്മ. ഇന്ന് രാത്രി ഞാൻ മരിച്ചുപോയാൽ ഞാൻ ഈ രാത്രി മരിച്ചു പോയാൽ ഫദ്ഫനൂനി, എന്നെ കുളിപ്പിച്ച് പൊതിഞ്ഞ് ഉമ്മ. ആരാണോ ഇവിടെയുള്ളത് അവരെ കൊണ്ട് എന്റെ കബറടക്കം നടത്തണം ഉമ്മ. ഫലാ തദൂ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയല്ല ഉമ്മ, അല്ലാഹുവിന്റെ ഹബീബിനെ ക്ഷണിക്കല്ല ഉമ്മ. ആ മുത്ത് ഹബീബിനോട് എന്റെ മരണ വാർത്ത പറയല്ല ഉമ്മ. ഉമ്മ ചോദിച്ചു, മോനെ, ഇന്ന് രാത്രി മരണപ്പെട്ടു പോയാൽ ഈ രാത്രി മരണപ്പെട്ട വിവരം മുത്തുനബി അറിയിച്ചാൽ എന്താ? ഉമ്മ, എന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് ഈ രാത്രി തന്നെ അല്ലാഹുവിന്റെ റസൂല് വരും ഉമ്മ. രാത്രി അല്ലാഹുവിന്റെ റസൂല് വരുമ്പോ ഒരു കല്ല് കാലിൽ കൊണ്ടാലോ ഒരു മുള്ളു കൊണ്ടാലോ എന്റെ മുത്തുനബിയുടെ മനസ്സിന് സങ്കടം വന്നാലോ, അതുകൊണ്ട് മുത്തുനബിയെ വിവരം അറിയിക്കാതെ അടക്കൂ ഉമ്മ. ഈ ലോകത്ത് ആരാണ് ആഗ്രഹിക്കാത്തത്? അല്ലാഹുവിന്റെ ഹബീബ് ഒന്ന് തൊടാനും ഒന്ന് അടുത്തിരുന്ന് കെലിമ പറഞ്ഞു തരാനും, ഒന്ന് കബറടക്കത്തിന് നേതൃത്വം കൊടുക്കാനും, ഒന്ന് മയ്യത്ത് നിസ്കരിക്കാനും. മദീനയിൽ ആ സൗഭാഗ്യം ലഭിച്ചിട്ട് പോലും അത് വേണ്ടെന്ന് പറഞ്ഞത് രാത്രിയായതുകൊണ്ട് മുത്ത് റസൂൽ നടന്നു വരുമ്പോ ബുദ്ധിമുട്ടുണ്ടാന്ന് കരുതിയിട്ടാണെങ്കിൽ അത്രത്തോളം സ്നേഹം ഹൃദയത്തിൽ കൊണ്ടു നടന്നു മഹാനായ ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു തആല അൻഹു എന്റെ മുമ്പിലിരിക്കുന്ന പയ്യന്നൂരുകാരോട് പറയുകയാണ്, ഉമ്മയെക്കാളും വാപ്പയെക്കാളും മക്കളെക്കാളും സ്വത്തിനെക്കാളും കൂടപ്പറപ്പുകളെക്കാളും കുടുംബത്തെക്കാളും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്ഥാനം കൊടുത്തിട്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം. നിങ്ങൾ പറയും അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വരൂല. മനസ്സറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടു നോക്ക്, അത്ഭുതങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ പറയലോ, ഈ കാലഘട്ടത്തിലെ ഉദാഹരണം തന്നെ ചേർത്ത് പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ.
ചെറുപ്പക്കാരൊക്കെ കാമുകിമാരോട് പറയും, 7-ാം കടലിനടിയിൽ എന്താണ് 7-ാം കടലിനടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ കൊണ്ടുപോകും ഫാത്തിമ, അല്ലേ? പണ്ടത്തെ സാധനമാണെങ്കിലും ആ പറഞ്ഞ വാക്കത്ത് വീര്യമുള്ളതാണ്. 7-ാമത്തെ കടലിന്റെ അടിയിൽ നീ പോയിരുന്നാലും ഞാൻ അവിടെ വന്ന് നിന്നെ കൊണ്ടുപോകുന്നതാണ്. സംഭവം ഇത് തള്ളി ഇറക്കലാണെങ്കിലും